സയൻസ് ഇത്രയൊക്കെ ഡെവലപ്ഡ് ആവുന്നതിന് മുമ്പേ എത്രയോ കാലം മുന്നേ ഭാരതത്തിലെ ഗ്രന്ഥങ്ങളിൽ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ചന്ദ്രനെ കുറിച്ച് പരാമർശമുണ്ട്, ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂര്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ചത്? ഈ പറയുന്ന ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത്. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച് കണ്ടെത്തിയതല്ല, അതായത് നമ്മൾ എക്സ്പീരിയൻസ് കൂടി കണ്ടെത്തിയല്ല. സയനൈഡിന്റെ രുചി നമുക്കറിയില്ലേ? സയനൈഡിന്റെ രുചി എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇനി അതല്ല, മന്ത്രവാദ തട്ടുകൾ ഉണ്ടാക്കി മന്ത്രവാദ കളത്തിലേക്ക് ഇവരെ ആവാഹിച്ചിരുത്തി ഒഴിപ്പിക്കാറുണ്ട്. മന്ത്രവാദം 100% പണ്ടത്തെ സൈക്കോളജിയാണ്. സൈക്കോളജിയിലുള്ള അൺഫുൾഫിൽഡ് ബിസിനസ് ആണ് ഗന്ധർവൻ എന്ന് കെന്ത്രോൻ ഭട്ട് പറയുന്നുണ്ട്. ലോകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് എനർജി ഉണ്ട്. എനർജി പ്രപഞ്ചം മുഴുവൻ ഊർജ മണ്ഡലത്തിൻ്റെ ഒരു കളിയാണ്. ഇതിൽ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ വളരെ ലിമിറ്റഡാണ്. അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമേ ഉള്ളൂ. മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ എനർജി ശത്രുവായിരിക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ശത്രുത, മിത്രം എന്നൊക്കെ പറയുന്നത് ബുദ്ധി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ബുദ്ധിന്റെ കാഴ്ചപ്പാടിലാണ് ഇത് അനുകൂലം, പ്രതികൂലം, നല്ലത്, ചീത്ത എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇത് സത്യം പറഞ്ഞ ഒരു സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ, ഈ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് എന്താ സംഭവിക്കുക എന്നുള്ള ലോകത്ത് ഒരാൾക്കും പറയാൻ പറ്റില്ല. അതൊരിക്കലും നമുക്ക് ഒരാൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് പറയാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? മരിച്ചു പോയിട്ട് തിരിച്ചു വന്ന ഒരാള്. അങ്ങനെ ഒരാളില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒരാളെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തു. യേശുക്രിസ്തു മരിച്ചു പോയിട്ട് വന്നു എന്നല്ല പറയുന്നത്. അത് ഈവൻ അയാൾ മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ചില ആൾക്കാർക്ക് മരണം അനുഭവിച്ച് തിരിച്ചു വന്ന ആൾക്കാർ, ബോഡിയിലേക്ക് കയറിയ ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊക്കെയാണ് ഈ മരണാനുഭവം എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോണത് എന്നൊക്കെ ചോദിക്കുന്നത്. അതും ഒരു ടൈപ്പ് ഓഫ് നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് സയന്റിഫിക്കലി എന്ന് പറഞ്ഞാൽ മേശപ്പുറത്ത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്ന് ലോകത്ത് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല, നമുക്ക് ആർക്കും അറിയില്ല. പിന്നെ ഏതാണ്ട് ഭാരതത്തെ സംബന്ധിച്ച് നമുക്ക് ഋഷി പറയുന്നത്, ഋഷി സത്യമായി പറയൂ എന്ന് നമുക്ക് അറിയാം. കാരണം ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച് കണ്ടെത്തിയതല്ല, അതായത് നമ്മൾ എക്സ്പീരിയൻസ് കൂടി കണ്ടെത്തിയല്ല. സയനൈഡിന്റെ രുചി നമുക്കറിയില്ലേ? സയനൈഡിന്റെ രുചി എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇനി അതല്ല, ഈ ഭൂമി പരന്നിട്ട് ഉരുണ്ടിട്ടാണ് എന്നുള്ളത് കണ്ണുകൊണ്ട് നോക്കിയിട്ട് കാണാൻ പറ്റില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ ഭൂമി പരന്നിട്ടാണ്. പക്ഷേ അതെങ്ങനെയാണ്? അത് ചിന്തിച്ച് മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യൻ പണ്ടേ ചിന്തിക്കുന്ന ആളാണ്. അവൻ ചിന്തിച്ച് അതിന് കാൽക്കുലേഷൻ ചെയ്ത് അങ്ങനെ യാത്ര നടത്തി. അങ്ങനെ അതും യാത്ര നടത്തിയാലും ഭൂമി ഉരുണ്ടിട്ടാന്ന് പറയാൻ പറ്റില്ല. കാരണം അതിങ്ങനെ പോവുക ചെയ്യാം. അതിനെന്ത് ചെയ്യണം? നിരന്തരം അതിനെ ചിന്തിക്കണം, അതിനെപ്പറ്റി ആലോചിച്ച് ഗവേഷണം നടത്തണം. ഒരു ഗവേഷണം നടത്തിയിട്ട് അവസാനം ചിന്തകളെ കൊണ്ട് എത്തിക്കുക. അത് സൂര്യൻ കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും. അത് ആളുകളെ കൺവിൻസ് ചെയ്യിക്കണമെങ്കിൽ അതിനൊരു രേഖ മേശപ്പുറത്ത് വെക്കണം. അല്ല, ഈ തരം കാര്യങ്ങളിൽ നമ്മളതില് ശാസ്ത്രത്തിൽ പഠിച്ചത്. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഈ ഭൂമി ഉരുണ്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ സയൻസ് പറഞ്ഞിരിക്കുന്നു, മകലൊരു യാത്ര നടത്തി, ഒരു പോയിന്റിൽ നിന്ന് ഒരു ദിശയിലേക്ക് നടത്തിയപ്പോൾ ആ പോയിന്റിൽ വന്ന് അവസാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഗവേഷണത്തിൽ കൂടി കണ്ടുപിടിക്കാം. അപ്പൊ ഗവേഷണത്തിൽ കൂടി യാത്രയൊക്കെ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, അതിനെക്കുറിച്ച് ഭാരതത്തിൽ അതിനെക്കുറിച്ച് അവർ ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാന്നുള്ള. അങ്ങനെ അവർ മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ സയൻസ് ഇത്രയൊക്കെ ഡെവലപ്ഡ് ആവുന്നതിന് മുമ്പേ എത്രയോ കാലം മുന്നേ ഭാരതത്തിലെ ഗ്രന്ഥങ്ങളിൽ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ചന്ദ്രനെ കുറിച്ച് പരാമർശമുണ്ട്, ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂര്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ചത്? ഈ പറയുന്ന ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് അവർ മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്, തപസ് ചെയ്തിട്ട്. അതുപോലെ ഒരുപാട് ഗവേഷണം അവിടെ നടന്നിട്ടുണ്ട്. രസത്തിന്റെ പ്രയോഗങ്ങളൊക്കെ, ആൽക്കമിയൊക്കെ ഭാരതത്തിൽ വളരെ മുമ്പേ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ അവർ കണ്ടെത്തി എങ്ങനെയാ? ധ്യാനത്തിലൂടെയാണ്, അല്ലേ? അതീന്ദ്രിയമായ ധ്യാനത്തിലൂടെ അവർക്ക് ലോകത്ത് അങ്ങനെ ഞങ്ങള് രസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. രസതന്ത്രിക രാജ്യവൈദ്യം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് പണ്ടുള്ള ടെക്സ്റ്റിൽ കുറെ പച്ച മരുന്നുകൾ ചാറെടുത്തിട്ട് രസം ഉണ്ടാക്കാവുന്ന ഒരു നിയമമുണ്ട്. അപ്പൊ ഞാനും ഞങ്ങളൊരു കുറെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി, ഞാനതിൽ പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന ആളല്ല, ഒരു രാമാനന്ദുണ്ട് കോഴിക്കോട്, ഡോക്ടർ രാമാനന്ദ്. അതുപോലെ തന്നെ ഒരു വൈദ്യരുണ്ടായിരുന്നു, ശിവരാമ വൈദ്യർ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രസം ഉണ്ടാക്കിയ നല്ല പ്യുവർ രസം കിട്ടി. ഇത് അനാദികാലം മുതൽ ഋഷി പറഞ്ഞു വെച്ചാണ്. ആ ഋഷി ഇത്രയും ഇലകളിൽ രസമുണ്ട് എന്ന് കണ്ടെത്തിയത് മെഡിറ്റേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ആ രസം സത്യമാണെങ്കിൽ ഋഷി പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ സത്യമായിരിക്കും
എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് ഈ ഋഷി പ്രോക്തമായത്, ഋഷി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം അതിൽ ഈ പറയുന്ന മരണാനന്തരത്തെ കുറിച്ചൊക്കെ ഋഷി പറഞ്ഞ കാര്യങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം സയൻസ് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. ഋഷി പണ്ട് പറഞ്ഞ കാര്യങ്ങളിലേക്ക് സയൻസ് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. അങ്ങനെയാണെങ്കിൽ ഈ പലരും പറയാറുണ്ട് ബാധ കൂടി എന്ന് പറയും. ബാധയുടെ അറ്റാക്ക് ഉണ്ടായി, ഒരാളെ മറ്റൊരാളെ പോലെ പെരുമാറുക, അല്ലെങ്കിൽ ഒരാള് ഒരു പരിചയവുമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ മറന്നിട്ട് മറ്റു പലരെ ബന്ധുക്കളെ ബന്ധുക്കളായിട്ട് കാണുക, വയലന്റ് ആവുക, അല്ലെങ്കിൽ പല രീതിയിൽ പോകും. എന്താണ് ഈ ബാധ കൂടൽ? ഒരു പരിധി വരെ ഇതൊരു സോഷ്യൽ സൈക്കോളജിന്റെ ഭാഗമാണ്. ബാധ കൂടുന്നത് ഞാൻ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്കും ഞാൻ ഇത്തരം കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു ആസ് എ സ്പിരിച്വൽ പ്രാക്ടീഷണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ രണ്ടും ഒരേപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇത്തരത്തിലുള്ള പല കേസുകളും എൻ്റെ അടുത്തേക്ക് വിടാറുണ്ട്. എനിക്ക് 90% കേസും എനിക്ക് മനസ്സിലായത് ഇതൊരു സൈക്കോളജിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ വരാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പലതും കാണുന്നത് നമ്മൾ കോപ്പി ചെയ്യുന്നതാണ്. ഇപ്പൊ കാണുന്നതാണ് നമ്മളെ ബോഡി നമ്മൾ പോലും അറിയാതെ കോപ്പി ചെയ്യുന്നത്. കാരണം ഈ ഒരു പ്രതിഭാസം ഇത് കാണാത്ത ഒരു സ്ഥലത്തുള്ള, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരാൾക്ക് ബാധ കൂടി നമ്മൾ കാണുന്നില്ല, ജർമ്മനിയിലെ ഒരാൾക്ക് പെട്ടെന്ന് ബാധ കൂടി നമ്മൾ കാണുന്നില്ല. ഇത് സ്ഥിരമായി ചുറ്റിലും ബാധ കൂടുന്ന വീട്ടിലുള്ള ഒരാൾക്കാണ് ബാധ കൂടുന്നത്. കാരണം അവന് പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ ഈ സാധനം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സ് അത്ര വ്യാപ്തിയുള്ള ഒരു സാധനമാണ്. മനസ്സ് ഒരുപാട് ഗെയിമുകൾ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ട് ഇതിന്റെ പ്രോസസ്സിന്റെ ഇത് ഒഴിപ്പിക്കലിന്റെ ഭാഗമായിട്ട് മന്ത്രവാദ തട്ടുകൾ ഉണ്ടാക്കി മന്ത്രവാദ കളത്തിലേക്ക് ഇവരെ ആവാഹിച്ചിരുത്തി ഒഴിപ്പിക്കാറുണ്ട്. മന്ത്രവാദം 100% പണ്ടത്തെ സൈക്കോളജിയിലുള്ള ടൂളുകളാണ്. ഇത് കൃത്യമായി മധുമുട്ടം നമ്മുടെ നാഗവല്ലിയിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഫാസിൽ സാർ സംവിധാനം ചെയ്ത സിനിമയിൽ അത് അവിടെ ഒരു മന്ത്രവാദ തട്ടൊരുക്കി. അതിൽ മോഹൻലാലിന്റെ സണ്ണി എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നു, എനിക്ക് വേണ്ടി തിരുമേനി ഒരു മന്ത്രവാദ തട്ടൊരുക്കണം, അവിടേക്ക് ഞാൻ ഗംഗയെ കൊണ്ടുവരും, അവിടെ വെച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കും എന്ന് പറയുന്നത്. അത് ആ സിനിമയുടെ ആസ്പെക്ട് അല്ലെങ്കിൽ മന്ത്രവാദത്തിന്റെ ആസ്പെക്റ്റിൽ കണ്ടുള്ള മന്ത്രവാദമാണ്. എന്നാൽ അതൊരു സയന്റിഫിക് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ മനസ്സിൽ കയറിക്കൂടിയ ബാധ എന്ന് വിളിക്കുന്ന ആ എനർജിയെ അവരൊരു പ്രോസസ്സിലൂടെ പുറത്തു കളയാണ്. ഇത് തന്നെയല്ലേ യഥാർത്ഥ മന്ത്രവാദം? തീർച്ചയായിട്ടും. കാരണം ഗന്ധർവൻ പാട്ട് എന്ന് പറയുന്ന കെന്ത്രോൻ പാട്ട് എന്ന് പറയുന്ന ട്രൈബ്സ്, കേരളത്തിലെ വളരെ നമ്മൾ ഏറ്റവും ട്രൈബ്സ് എന്ന് പറയുന്ന ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഉപയോഗിച്ചിരുന്ന മന്ത്രവാദങ്ങളുണ്ട്. അതില് കെന്ത്രോൻ പാട്ട് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, അല്ലെ ഗന്ധർവൻ പാട്ട് എന്നാണ് അതിന്റെ പേര്. അല്ലെ ഗന്ധർവൻ എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗന്ധർവന് കൂടുന്നത് വളരെ കൃത്യമായി പറയുന്നത് അതായത് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ, അൺഫുൾഫിൽഡ് ബിസിനസ് ആണ് ഗന്ധർവൻ എന്ന് കെന്ത്രോൻ പാട്ട് പറയുന്നുണ്ട്. അതിൽ പല പേരുള്ള ഗന്ധർവന്, രന്തുകാമൻ, ഹന്തുകാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അൺഫുൾഫിൽഡ് ബിസിനസ് ആണ് എന്ന് കെന്ത്രോൻ പാട്ടിൽ വ്യക്തമായിട്ട് പരാമർശമുണ്ട്. അപ്പം പണ്ട് നമ്മളെ നാട്ടിലുള്ള ട്രൈബ്സ് ആയിരുന്ന ഇവിടുത്തെ മന്ത്രവാദികൾ, ഇവിടുത്തെ ഏറ്റവും പഴയ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ, അവർക്ക് ഇതുപോലെ ഒഴിഞ്ഞു മാറ്റൽ, അതുപോലെ തന്നെ തുള്ളിച്ച് ഒഴിഞ്ഞു മാറ്റൽ എന്നൊക്കെ പറഞ്ഞ ധാരാളം പദ്ധതികളുണ്ട്. ഇതൊക്കെ മനസ്സിന്റെ വിവിധ തരത്തിലുള്ള ആക്ഷൻസ് ആണ്, ഗെയിമുകളാണ് എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് അതൊരു പദ്ധതിയാക്കി അന്നത്തെ കാലത്ത് അത് അവതരിപ്പിച്ചാണ് ഈ പറയുന്ന സാധനങ്ങൾ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. ഈ ഗന്ധർവനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴേ, ഗന്ധർവനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്, ഗന്ധർവനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കേട്ട് കഥകളിൽ പ്രണയാതുരനായ ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമുക്ക് തന്ന ഒരു ഫീലാണ്. അതെ, പ്രണയാതുരനായ ഗന്ധർവൻ. സത്യത്തിൽ ഈ ഫുൾഫിൽ ആവാത്തവന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് പ്രണയവും കാമവുമായൊക്കെയായി ബന്ധപ്പെട്ടത് മാത്രമായിരിക്കും. എല്ലാം ആവാം, ഭയത്തുന്നുണ്ടാവാം ഗന്ധർവൻ. അതുകൊണ്ട് രന്തുകാമനും ഹന്തുകാമനും ഒക്കെ ഉണ്ട്. കൊല്ലാൻ വേണ്ടി തയ്യാറാവുന്ന ഒരാളെ കൊല്ലണം എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ആളുണ്ട്. സ്വയം കുത്തി മരിക്കണമെന്ന് വരുന്ന ഗന്ധർവന്മാരുണ്ട്. ഞാനൊരു സൈക്കിക് മീഡിയ ആയിട്ടുള്ള ഒരാളുടെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞു. ഒരു വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങളാണ്, ലൈറ്റുകൾ തനിയെ അണയുക, അവിടെ ആരോ ഉണ്ടെന്നുള്ള ഫീൽ ഉണ്ടാവുക, അവർക്ക് അവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല. അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തിന് അവിടെ സെൻസ് ചെയ്തു, ഒരു നെഗറ്റീവ് എനർജി സെൻസ് ചെയ്തു. അദ്ദേഹം ആ ആത്മാവ് തന്നെയാണ് എന്നെ വിശേഷിപ്പിക്കുന്നത്. ആത്മാവിനോടുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അദ്ദേഹം സംസാരിച്ചു, അദ്ദേഹത്തിന്റെ മീഡിയം വഴി സംസാരിച്ചപ്പോൾ തൊട്ടയൽവക്കത്തെ വീട്ടിൽ അകാലത്തിൽ മരണപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മാവാണ്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ വീട്ടിലെ വീട്ടമ്മയോടുള്ള പ്രണയം. അവളെ അത്രത്തോളം അവൻ ആഗ്രഹിച്ചിരുന്നു. അത് പൂർത്തീകരിക്കാതാണ് ഇത് മരണപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി, ഈ സ്ത്രീ വീട്ടമ്മയുള്ള വീട്ടിൽ നിന്ന് ഈ ആത്മാവ്, ഈ എനർജി പോകാതെ അവിടെ നിൽക്കുന്നത്. അതിന് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം കണ്ടെത്തിയ വഴി ഈ സ്ത്രീയെ കൊണ്ട്
ഒരു സദ്യ, മനോഹരമായ ഒരു സദ്യ, സ്വാദിഷ്ടമായ ഒരു സദ്യ വിത്ത് പാൽപ്പായസം, മധുരമുള്ള പാൽപ്പായസത്തോടുകൂടി ഉണ്ടാക്കി അവനെ മനസ്സിൽ സങ്കല്പിച്ച് അവിടെ ഡൈനിങ് ടേബിളിൽ വിളമ്പി അവനെ ഇദ്ദേഹം വിളിച്ചു വരുത്തി അത് കഴിപ്പിച്ചു. അത് സിംബോളിക്കായി കഴിപ്പിച്ചു. എന്നിട്ട് അവന്റെ മനസ്സ് നിറഞ്ഞു. ആ ആത്മാവ് അവിടെ നിന്ന് പൊയ്ക്കൊള്ളാമെന്ന് സമ്മതിച്ചു. പോകുന്ന വഴിയിൽ അതിന്റെ പ്രൂഫിന് വേണ്ടി ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് പറഞ്ഞു, പോകുമ്പോൾ ആ നിലവിളക്ക് അടച്ചിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അവിടെ നിന്ന് ആ നിലവിളക്ക് അണഞ്ഞു. പിന്നീട് അവർക്ക് ബാധയുണ്ടായിട്ടില്ല എന്നറിഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കും. തീർച്ചയായിട്ടും. ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് എനർജി ഉണ്ട്. എനർജി പ്രപഞ്ചം മുഴുവൻ ഊർജ്ജ മണ്ഡലത്തിൻ്റെ ഒരു കളിയാണ്. ഇതിൽ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. അതായത് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് വളരെ ലിമിറ്റഡായ കാര്യങ്ങളേക്ക് കാണാൻ പറ്റുന്നുള്ളൂ, വളരെ ലിമിറ്റഡായ കാര്യങ്ങളെനിക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. എൻ്റെ ശബ്ദം വളരെ ലിമിറ്റഡാണ്. എല്ലാ കാര്യങ്ങളും ഏറ്റവും ഒരു പക്ഷേ എന്നേക്കാൾ കാഴ്ചശക്തിയുള്ള ഒരുപാട് ജീവികൾ പുറത്തുണ്ട്. മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ വളരെ പരിമിതമാണ്. ഈ പരിമിതമായ ഇന്ദ്രിയങ്ങളാൽ ഈ പ്രപഞ്ചത്തെ കാണുന്ന ഒരാളാണ് മനുഷ്യൻ. നമ്മളെ പരിധിക്ക് അപ്പുറത്ത് ലോകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അത് നമ്മളെ പരിധീൻ്റെ അപ്പുറത്താണ്. നമ്മളെ സെൻസ് പോലും വളരെ ലിമിറ്റഡ് ആണ്. പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബാക്കി ജീവജാലങ്ങളൊക്കെ, കെട്ടിയിടാത്ത ജീവജാലങ്ങൾ അത് സെൻസ് ചെയ്ത് മാറിപ്പോകുന്നുണ്ട്. നമുക്ക് അതുപോലും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തില് ലോകത്തിന് എല്ലാത്തിനും നേടിയവനാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന നമ്മളൊക്കെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും പരിമിതനായ ഇന്ദ്രിയങ്ങളാൽ ഒതുങ്ങിപ്പോയ ഒരാളാണ്. നമ്മളെ അപ്പുറത്ത് ഒരുപാട് ലോകങ്ങളുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഒരുപാട് എനർജികളുണ്ട്. ഇതുപോലെ 100 കണക്കിന് സാധനങ്ങളുണ്ട്. നമ്മളെ ബോധം ശരീരം വിട്ട് അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുമ്പം അത്തരം ദേവതാ സങ്കല്പങ്ങളായിട്ടും അത്തരം എനർജികളായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യന് ഇത് ആവശ്യമില്ല എന്നുള്ളതാണ്. മനുഷ്യന് ഇപ്പൊ ഞാൻ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറയുന്നൊരു പരാതിയാണ്, രോഹിത് നിങ്ങൾ എന്തിനാണ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത്? രോഹിത് നിങ്ങൾ എന്തിനാണ് ചാനലിലൂടെ ആളുകളെ ഭയപ്പെടുത്തുന്നത്? ഒരു കൂട്ടം ആളുകളുടെ വിമർശനമാണ്. ആ വിമർശനത്തെ നല്ല രീതിയിൽ ഞാൻ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം അങ്ങയുടെ മുന്നിലേക്ക് വെക്കുന്നത്.